കേരള ലിറ്റററി സൊസൈറ്റി ഡാലസ് പ്രവാസി കഥ കവിത പുരസ്കാരങ്ങൾക്ക് സൃഷ്ടികൾ ക്ഷണിക്കുന്നു. ഡാലസ്, അമേരിക്കയിൽ സർഗവാസനയുള്ള മലയാളി എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാനായി 1997 ഡാലസിൽ ആരംഭിച്ച എഴുത്തുകാരും സാഹിത്യ ആസ്വാദകരും ആയിരുന്ന സംഘടനയായ കേരള ലിറ്റററി സൊസൈറ്റി പ്രവാസി ഇന്ത്യക്കാർക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രവാസി കഥ കവിത പുരസ്കാരങ്ങൾക്ക് സൃഷ്ടികൾ ക്ഷണിക്കുന്നു. 20,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് 2 അവാർഡുകളും. സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റായ മലയാള കവി ശ്രീ മനൈൽ ജേക്കബ് 2021 നമ്മെ വിട്ടുപിരിഞ്ഞു. 2022 മുതൽ എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം മിക്കിയായ കവിതയ്ക്ക് അവാർഡ് നൽകി വരുന്നു. 2024 നമ്മെ വിട്ടുപിരിഞ്ഞ KLS സീരത്ത് സ്ഥാപക നേതാവും സാഹിത്യകാരനുമായ എബ്രഹാം തെക്കേമുറിയുടെ നാമത്തിൽ കഥാപുരസ്കാരവും കഴിഞ്ഞ വർഷം മുതൽ നൽകി വരുന്നു. ഇന്ത്യയ്ക്ക് പുറത്ത് താമസിക്കുന്ന മലയാളം എഴുത്തുകാർക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാനാവുക. രചനകൾ മൗലികമായിരിക്കണം. പുസ്തകരൂപത്തിലോ മുഖ്യധാര മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രസിദ്ധീകരിക്കാത്തതായിരിക്കണം. രചനകൾ മതസ്പർദ്ധ വളർത്തുന്നതോ കക്ഷി രാഷ്ട്രീയപരമായതോ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലോ ആക്കരുത്. സജീവ സാഹിത്യ പ്രതിഭകളായ 3 അംഗങ്ങൾ അടങ്ങുന്ന 2 കമ്മിറ്റികൾ രചനകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതും നാട്ടിൽ നിന്നുള്ള പ്രശസ്തരായ വിധികർത്താക്കൾ അന്തിമ വിജയികളെ കണ്ടെത്തുന്നതുമായിരിക്കും. അവാർഡ് പ്രഖ്യാപനം KLS ഫേസ്ബുക്ക് പേജിലും വെബ്സൈറ്റിലും മുഖ്യധാര ഓൺലൈൻ മാധ്യമങ്ങളിലും മെയ് 31 പ്രസിദ്ധീകരിക്കും. രചയിതാവിന്റെ പേരു വയ്ക്കാതെ കൃതികൾ ടൈപ്പ് ചെയ്ത് PDF ആയി ഇമെയിലിലൂടെയാണ് അയക്കേണ്ടത്. ഒരാളിൽ നിന്ന് ഒരു കവിത കഥ മാത്രമേ മത്സരത്തിനായി സ്വീകരിക്കുകയുള്ളൂ. കൃതികൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 2014 ഏപ്രിൽ 30. അയക്കേണ്ട വിലാസം ഇമെയിൽ KLSDallas22@gmail.com. പൊതുനിബന്ധനകൾ: 1. ഇന്ത്യയ്ക്ക് പുറത്ത് താമസിക്കുന്ന മലയാളം എഴുത്തുകാർക്ക് മാത്രം ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. 2. രചനകൾ മൗലികമായിരിക്കണം. പുസ്തകരൂപത്തിലോ മുഖ്യധാരാ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രസിദ്ധീകരിക്കാത്തതായിരിക്കണം. 3. രചനകൾ മതസ്പർദ്ധ വളർത്തുന്നതോ കക്ഷിപ്രായപരമായതോ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലോ ആക്കരുത്. 4. മലയാള കവിതയും കഥയുമാണ് പരിഗണിക്കപ്പെടുന്നത്. 5. മുൻ വർഷങ്ങളിൽ അയച്ചുതന്ന കൃതികൾ ഈ വർഷം സ്വീകരിച്ചുക്കുന്നത് അല്ല. 6. മുൻ വർഷങ്ങളിൽ ഈ അവാർഡുകൾ നേടിയവരും ഈ വർഷത്തെ KLS കമ്മിറ്റി മെമ്പർമാരും മത്സരത്തിൽ പങ്കെടുക്കുവാൻ അർഹരല്ല. 7. സജീവ സാഹിത്യ പ്രതിഭകളായ 3 അംഗങ്ങൾ അടങ്ങുന്ന 2 കമ്മിറ്റികൾ രചനകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതും നാട്ടിൽ നിന്നുള്ള പ്രശസ്തരായ വിധികർത്താക്കൾ അന്തിമ വിജയികളെ കണ്ടെത്തുന്നതുമാണ്. 8. അവാർഡ് പ്രഖ്യാപനം KLS ഫേസ്ബുക്ക് പേജിലും വെബ്സൈറ്റിലും മുഖ്യധാര ഓൺലൈൻ മാധ്യമങ്ങളിലും മെയ് 35 പ്രസിദ്ധീകരിക്കും. 9. രചയിതാവിന്റെ പേരു വയ്ക്കാതെ കൃതികൾ ടൈപ്പ് ചെയ്ത് PDF ആയി ഇമെയിലിലൂടെ അയക്കേണ്ടതാണ്. 10. പ്രത്യേക പേജിൽ പേരും അഡ്രസ്സും ടെലിഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും മറ്റു വിവരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കണം. 11. ഒരാളിൽ നിന്ന് ഒരു കവിത കഥ മാത്രമേ മത്സരത്തിനായി സ്വീകരിക്കുകയില്ല. 12. കഥ 8 പേജിലും കവിത 2 പേജിലും അവിയാൻ പാടില്ല. 13. സൃഷ്ടികൾ സമർപ്പിക്കേണ്ടുന്ന അവസാന തീയതി 2026 ഏപ്രിൽ 30. 14. കൃതികൾ അയക്കുന്ന വിരസം ഇമെയിൽ KLSDallas92@com. കൂടുതൽ വിവരങ്ങൾ KLS സെക്രട്ടറി ബാജി ഓടംവേലി 450-66666 നിന്നും ലഭിക്കും. എന്ത് കേരള ലിറ്റററി സൊസൈറ്റി ഡാലസിനു വേണ്ടി അനശ്വരം മാമ്പിള്ളി, പ്രസിഡന്റ് ബാജി ഓടംവേലി, സെക്രട്ടറി ഡോക്ടർ ദർശന മനയത്ത്, കൺവീനർ.